നമ്മൾ നമ്മൾക്ക് മക്രോണി ഉണ്ടാക്കിയാലോ? നമ്മൾ ആദ്യം നമ്മുടെ പാന് നമ്മുടെ ഗ്യാസിൽ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ കായം പുരട്ടിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ ആദ്യം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ പാൻ എടുത്തു. പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ബാക്കിയുള്ള കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ക്യാരറ്റ്, തക്കാളി, അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല, ഇത് മൂന്നും കൂടിയിട്ട് നമ്മുടെ തിളച്ച നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. ഉള്ളി വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ തക്കാളി അതേപോലെ തന്നെ ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുത്തത്. ഇടയിൽ നമ്മുടെ ഈ വഴന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സവോളയ്ക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ മൊരിഞ്ഞ് വരുന്നുണ്ട്. ചിക്കൻ മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചിക്കൻ പിച്ചിടാൻ വേണ്ടിയിട്ട് തണുപ്പാവാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മക്രോണി ഇതേപോലെ ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ പിച്ചി തുടങ്ങി കേട്ടോ. നമ്മൾ നല്ല ചെറിയ പീസാക്കിയിട്ട് കൈകൊണ്ട് തന്നെ പിച്ചി എടുക്കണം. എന്നിട്ട് നമ്മുടെ മസാലയും ഗ്രേവിയും ആയതിന് ശേഷം നമ്മുടെ ഫൂട്ടോമാസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ മക്രോണി എടുക്കുന്നു, മക്രോണി ആഡ് ചെയ്യുന്നു. കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്യണം, കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോസും ഇതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ മുകളിലോട്ട് നന്നായി പാർന്നു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ വീഡിയോ